പറയാനുള്ളത് അർജന്റീന ആരാധകരോടാണ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. 2002 മുതൽ ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫുട്ബോൾ കാണുന്നത്. സോ അന്ന് ഫാനായതാണ്. ഒരു ബ്രസീൽ ആരാധകൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന രീതിയിൽ അർജന്റീന ആരാധകരോട് ഭയങ്കരമായിട്ടുള്ള അസൂയ തോന്നുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സുവർണ നിമിഷം അല്ലെ സുവർണ കാലഘട്ടം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓരോ അർജന്റീന ആരാധകനെ സംബന്ധിച്ചിട്ട് അവരിപ്പോ കറന്റ്ലി അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലാണ്. ഓരോ അർജന്റീന ആരാധകന്റെയും സുവർണ കാലഘട്ടത്തിലൂടെയാണ് അവർ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2021 മുതൽ 2021 കോപ്പ അമേരിക്ക വിൻ ചെയ്യുന്നത് മുതൽ ഇപ്പോ 2026 ഈ ഫൈനലിൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ വരെ ഉള്ള ഈ ഒരു കാലഘട്ടം ഒന്ന് എടുത്താൽ, സോ അർജന്റീന ആരാധകരെ സംബന്ധിച്ചിട്ട് അവന്റെ ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം, ഇത് ഫുട്ബോളാണ്. ഫുട്ബോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സോ ഒരുപാട് വിഷമങ്ങൾ തരും, ഒരുപാട് സന്തോഷങ്ങൾ തരും. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് മുന്നിൽ സംഭവിക്കും. ഞാൻ എന്തിനീ ഫുട്ബോൾ കണ്ടു തുടങ്ങി എന്നുപോലും ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള വിഷമങ്ങളും, അല്ലെങ്കിൽ ഞാൻ ഈ ഫുട്ബോൾ കണ്ടു തുടങ്ങിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സന്തോഷമൊക്കെ കിട്ടുമായിരുന്നോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലൊക്കെ ഫുട്ബോൾ നമ്മളെ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അർജന്റീന ആരാധകർ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക. അർജന്റീന ആരാധകർ മാത്രമല്ല കേട്ടോ, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന പല ആരാധകരുണ്ടല്ലോ, പല ഫാൻസ് ഉണ്ടല്ലോ, അവരൊക്കെ ഒന്ന് അർജന്റീനയുടെ കുറച്ച് കാലഘട്ടം പിറകിലേക്കൊന്ന് ചിന്തിച്ചു നോക്കുക. ഏകദേശം 2016, 14, 15, 19 ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രയേറെ ട്രോളുകൾക്കാണ് അർജന്റീന ആരാധകർ ഇരയായിട്ടുള്ളത്. അല്ലെങ്കിൽ അവരെന്തോരം ആ സമയങ്ങളിൽ, ആ കാലഘട്ടങ്ങളിൽ അവർ കരഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. അവരുടെ ഇഷ്ട താരമായ മെസ്സിയെ ഓർത്തിട്ട് അവർ ഒരുപാട് വിഷമം സഹിച്ചിട്ടുണ്ടാവും. അവരുടെ ഇഷ്ട ടീമായിട്ടുള്ള അർജന്റീനയെ ആലോചിച്ച് അവർ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും. അപ്പോഴൊക്കെ അവർ വിശ്വസിച്ചിട്ടുണ്ടാവണം, നമുക്കും ഒരു ദിവസം വരും. സോ ഹാവ് ടു വെയിറ്റ് എന്നുള്ളത്. സോ അതിനാണ് ലോയലിറ്റി എന്ന് പറയുന്നത്. ആ ലോയലിറ്റിയിൽ നിന്ന പലരും ഇന്ന് അവരന്ന് ചിന്തിച്ച ആ ഒരു ദിവസമല്ല, ആ ഒരു കാലഘട്ടം തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരിങ്ങനെ ആഘോഷിക്കുകയാണ്. അവരുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു സുവർണ നിമിഷം അവരിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആഘോഷിക്കുക, മാക്സിമം ആഘോഷിക്കുക. ഇത് നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ ദിവസങ്ങളാണ്, നിങ്ങളുടെ കാലഘട്ടമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മെസ്സി, അയാള് ഇനി കീഴടക്കാനൊന്നുമില്ല, എല്ലാം നേടി നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ അവതരിച്ച് നിൽക്കുകയാണ്. സോ നിങ്ങളത് നിങ്ങൾക്ക് കഴിയുന്നത്ര എഫക്റ്റിൽ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. സോ എനിക്ക് ഫാൻ ഫൈറ്റ് നടക്കുന്ന സമയം, അല്ലെങ്കിൽ ഫാനിസം സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിട്ട് അർജന്റീന എന്ന് പറയുമ്പോൾ എന്റെ റൈവൽസ് ആണ്. പക്ഷെ എനിക്ക് അർജന്റീന ആരാധകരോട്, അതായത് എന്റെ ഒരുപാട് ഫ്രണ്ട്സ്, എല്ലാവരോടും ഭയങ്കര റെസ്പെക്ട് തോന്നിയ, അല്ലെങ്കിൽ അവരോട് ഭയങ്കര സ്നേഹം തോന്നിയ ഒരു നിമിഷം എന്ന് പറയുന്നത്, നോർവേയുമായിട്ട് ബ്രസീൽ പരാജയപ്പെടുന്നു. അപ്പോൾ പരാജയപ്പെട്ടതിൻ്റെതായിട്ടുള്ള കളിയാക്കലും പരിഹാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫുട്ബോളിന്റെ ഭാഗമാണല്ലോ, അത് അങ്ങനെയാണല്ലോ. സോ പക്ഷെ നെയ്മർ വിരമിക്കുന്നു എന്ന് കേട്ടപ്പോ ഓരോ അർജന്റീന ആരാധകനും അതിനെ നോക്കി കണ്ട ഒരു രീതി ഉണ്ടായിരുന്നു. സോ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, നെയ്മർക്ക് ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. സോ അത് അപ്പാടെ തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു വേൾഡ് കപ്പ് സീസൺ ആണിത്. സോ അവര് മെസ്സിയെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, സോ മെസ്സി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക്, ഈ അർജന്റീന ആരാധകർക്ക് മറ്റൊരു ഓപ്ഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നെയ്മർ എന്ന് തന്നെ പറയും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വേൾഡ് കപ്പോട് കൂടി മനസ്സിലായത്. അപ്പൊ അവരെത്രത്തോളം നെയ്മറെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഈ ഒരു വേൾഡ് കപ്പിൽ ഭയങ്കരമായിട്ട് മനസ്സിലായി. സോ താങ്ക് യു ഗൈസ്. അവാർഡുകളോ അല്ലെങ്കിൽ ട്രോഫികളോ മാത്രമല്ല ഒരു പ്ലെയറിനെ ഒരു പ്ലെയറാക്കി മാറ്റുന്നത് എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് നെയ്മർ ജൂനിയർ എന്നുള്ളത്. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണുന്നതിന്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുന്നതിന്, നെയ്മറെ വേണ്ട രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രശംസിച്ചാലും അത് മതിയാവില്ല. സോ നിങ്ങൾ നെയ്മറെ അത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ് എന്നൊക്കെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും വന്ന് കൂടിച്ചേരുന്ന ഒരു നടുമുറ്റം എന്ന് പറയുന്നത് ഫുട്ബോളാണ്. അപ്പോൾ ഫുട്ബോൾ ഫാനിസമാണ്. എന്തായാലും അങ്ങനെ ഒരു വേൾഡ് കപ്പ് കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ്. സോ ഇപ്പോ ഫുട്ബോൾ ഇവിടെ തീരുന്നില്ല. അപ്പോൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും നടക്കാനിരിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓരോ അർജന്റീന ആരാധകരോടും പറയാനുള്ളത്, സോ നിങ്ങളുടെ പ്രിയപ്പെട്ട മെസ്സിയും സംഘവും വീണ്ടും ആ ലോക കിരീടം ഉയർത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.